ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോൺ ലിവിങ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇതെന്ന് ഒരുപാട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. റാഫിഡ്സ് എന്താണ്, ഡ്രൂസസ് എന്താണ് അലൂറോൺ ഗ്രെയിൻസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന്. ഓക്കെ, വേണമെങ്കിൽ ഇതെന്താണ് 5 മാർക്കിനും ചോദിക്കാം. അങ്ങനത്തെ ഒരു ഭാഗമാണ് ഇത് നോൺ ലിവിങ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. പിന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്താണ്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഇതൊരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തിയറീസ്, എപ്പിക്കൽ ഓർഗനൈസേഷൻ്റെ തിയറീസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് 5 മാർക്കിനും ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്, തിയറീസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ മെച്യൂർ ടിഷ്യൂ ആണ്. അപ്പോൾ മെച്യൂർ ടിഷ്യൂസിൽ എന്താണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് എസ്സേയിൽ കംപ്ലീറ്റ് ആയിട്ട് മെച്യൂർ ടിഷ്യൂസിനെ കുറിച്ചിട്ട് ചോദിക്കാം. 10 മാർക്കിന് എന്താണ് മെച്യൂർ ടിഷ്യൂ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 5 മാർക്കിന് സിമ്പിൾ ടിഷ്യൂസ് ഏതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫങ്ഷൻസ്, സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ ഏതോ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കോംപ്ലക്സ് ടിഷ്യൂസ് അതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് 10 മാർക്കിനുള്ള എസ്സേ ആയിരുന്നു അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോംപ്ലക്സ് ടിഷ്യൂ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് വരുന്നത്. പിന്നെ വരുന്ന ഭാഗം ഏതാണ്, സെക്രട്ടറി ടിഷ്യൂ. സെക്രട്ടറി ടിഷ്യൂവിൽ പ്രധാനമായിട്ടും നമ്മൾ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. സെക്രട്ടറി ടിഷ്യൂ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് അതിൽ പ്രധാനമായിട്ടും നെക്ടറീസും ഹൈഡത്തോട്സും ഒക്കെയാണ് പ്രധാനമായിട്ട് ചോദിച്ചിട്ടുള്ളത്. നെക്ടറീസ്, ഹൈഡത്തോട്സ്, അതുപോലെ തന്നെ എന്താണ് ലാക്റ്റിഫേഴ്സ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ വാസ്കുലാർ ബണ്ടിൽ ഒരു പക്ഷേ നമുക്ക് ചോദിക്കാം. വാസ്കുലാർ ബണ്ടിൽ ഏതെങ്കിലും വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ട് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇത് ചോദിച്ചിട്ട്. പിന്നെ വരുന്നത് നോർമൽ സെക്കൻഡറി ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. നോർമൽ സെക്കൻഡറി ഗ്രോത്ത്, അതുപോലെ തന്നെ നോർമൽ സെക്കൻഡറി ഗ്രോത്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ സീലാർ സെക്കൻഡറി തിക്കനിങ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതിൽ തന്നെ പെരിഡേം എന്താണെന്ന് 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. പെരിഡേം എന്താണെന്നുള്ളത് 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നത് എന്താണ്, അനോമലസ് സെക്കൻഡറി ഗ്രോത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. 10 മാർക്കിന് എന്തായാലും ആ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിൽ 3 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 3 പഠിച്ചിട്ട് പോകുക. ഏതാ ചോദിക്കാമെന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. ബൊർഹാവിയ ചോദിക്കാം, ബിഗ്നോണി ചോദിക്കാം, ട്രെസിന ചോദിക്കാം, ഏത് വേണമെങ്കിലും ചോദിക്കാം. ഏതൊരു വർഷം 5 മാർക്കിനും ഈ ഒരു അനോമൽ സെക്കൻഡറി ഗ്രോത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ഭാഗം ഏതാണ്, നമ്മുടെ എംബ്രയോളജി, ആ ഒരു റീപ്രൊഡക്റ്റീവ് ബോട്ടണി ആൻഡ് പാലനോളജി എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ആന്തറിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഡെഹിസൻസിൻ്റെ കാര്യം ചോദിക്കാം. പിന്നെ വരുന്നത് മൈക്രോസ്പോറോജനസിസ് ചോദിക്കാറുണ്ട്. പിന്നെ മെഗാസ്പോറോജനസിസ് അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. പിന്നീട് വരുന്നത് എംബ്രയോ സാക്കിൻ്റെ ചിലപ്പോൾ സ്ട്രക്ചർ ചോദിക്കാം. അതിൽ പോളിഗോണൽ ടൈപ്പ്, ആലിയൻ ടൈപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ ചിലപ്പോൾ എൻഡോസ്പേമിൻ്റെ എൻഡോസ്പേം ഫോർമേഷൻ വല്ലാണ്ട് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡൈക്കോട്ട് എംബ്രയോൻ്റെ സ്ട്രക്ചർ. ഡൈക്കോട്ട് അല്ലെങ്കിൽ മോണോക്കോട്ട് എംബ്രയോൻ്റെ സ്ട്രക്ചർ അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ക്യാപ്സെല്ല ടൈപ്പും അതുപോലെ തന്നെ സജിറ്റേറിയ ടൈപ്പും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. പിന്നെ വരുന്നത് പാലനോളജീൻ്റെ കേസിൽ എന്താണ് പോളൻ അലർജി, എന്താണ് പൊളീനിയം, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, പിന്നെ വരുന്നതാണെന്ത്, എക്കണോമിക് ആൻഡ് ടാക്സോണമിക് ഇമ്പോർട്ടൻസ്, ആ ഭാഗങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തുനിന്ന്, അതായത് റീപ്രൊഡക്റ്റീവ് ബോട്ടണി ആൻഡ് പാലനോളജി എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് വരുന്നൊരു ക്വസ്റ്റ്യനാണ് എന്ത്, ഇന്ത്യൻ എംബ്രയോളജിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് 2 മാർക്കിനും 5 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയാൻ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതാം. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. Wish you all the best. Thanks for watching.